ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ്. 10ാമത്തേതാണ് സുരക്ഷിത ഭക്ഷണം. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്കൊരു 5-10 പോയിൻറ്റ്സ് മാത്രമേ ഇതിൽ ഓർത്ത് വെക്കാനായിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറേ ഭക്ഷണ കാര്യങ്ങളെ പറ്റിയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ് ഉള്ളതല്ലേ. പിന്നെ എന്താ, ആഹാരം എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തിനാണ് ആഹാരം? അല്ല, നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക്, അതുപോലെ പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കാനൊക്കെ നമുക്ക് ആഹാരം ആവശ്യമാണ്. ഇനി ആഹാരം എവിടെ നിന്നെല്ലാം, ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടോ ഓരോ ഭക്ഷണം വെക്കുന്നതും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ വായിക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെ മീൻകറിയും തോരനും മാങ്ങാച്ചാറൊക്കെ വെച്ച് നോക്കുക, ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയിക്കുക കേട്ടോ. ഇനി സുരക്ഷിതമായ ഭക്ഷണം, അല്ലേ, സുരക്ഷിതമായ ഭക്ഷണത്തിന് സമീകൃത ആഹാരമാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്നും ആവശ്യമില്ല. ആദ്യം കുറേ കവിതയാണ്, ആദ്യം കുറേ കഥയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ട ഒരു കാര്യമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. നമ്മൾ എങ്ങനെയാണ് ഒരു അഴുകാത്ത മത്സ്യവും അഴുകിയ മത്സ്യവും നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അഴുകാത്ത മത്സ്യമാണ് നമ്മൾ എടുക്കേണ്ടത്. അഴുകാത്ത മത്സ്യത്തിൽ നമ്മളിങ്ങനെ വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം നമ്മൾ കൈയെടുക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലാകും. എന്നാൽ അഴുകിയ മത്സ്യത്തിലാണെങ്കിൽ വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം തിരികെ പൂർവ്വസ്ഥിതിയിലാകില്ല. ഓക്കെ. ഇനി അഴുകാത്ത മത്സ്യത്തിലാണെങ്കിൽ പുറംതൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതും ഒക്കെ ആയിരിക്കും. അഴുകിയ മത്സ്യങ്ങളാണെങ്കിൽ മാംസം എന്ത് ചെയ്യും, അസ്ഥിയിൽ നിന്നും വിട്ടുപോകുന്ന തരത്തിലുള്ളതായിരിക്കും. ഇനി അഴുകാത്ത മത്സ്യമാണെങ്കിൽ ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും അതുപോലെ പിങ്ക് നിറമുള്ളതുമായ ചെകിളപ്പൂക്കളാണ് ഉണ്ടായിരിക്കുക. നമ്മുടെ അഴുകിയ മത്സ്യത്തിലാണെങ്കിൽ ചാരനിറമോ നേർത്ത പച്ച നിറമോ ആയ ചെകിളപ്പൂക്കളായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ അഴുകാത്ത മത്സ്യത്തിൻ്റെ കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും സ്വാഭാവിക നിറമുള്ളതുമായിരിക്കും. എന്നാൽ അഴുകിയ മത്സ്യത്തിലാണെങ്കിൽ കുഴിഞ്ഞ കണ്ണുകളായിരിക്കും. അതുപോലെ അഴുകാത്ത മത്സ്യത്തിന് ദുർഗന്ധം ഉണ്ടാവില്ല, അഴുകിയ മത്സ്യത്തിന് ദുർഗന്ധം ഉണ്ടാകും. ജസ്റ്റ് വായിച്ചെന്നേ ഉള്ളൂ. ഇനി പാലുൽപ്പന്നങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി എന്താണ് മായം ചേർക്കൽ എന്ന് നമുക്ക് നോക്കണം. എന്താണ് മായം ചേർക്കൽ അഥവാ അഡൾട്ടറേഷൻ എന്ന് നമുക്ക് നോക്കാം. ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതിനെയാണ് അഡൾട്ടറേഷൻ അഥവാ മായം ചേർക്കൽ എന്ന് പറയുന്നത്. എന്താണ് മായം ചേർക്കൽ? ആഹാര വസ്തുക്കളിൽ അതിനോട് സാമ്യമുള്ള വില കുറഞ്ഞതും അതുപോലെ ഗുണനിലവാരം കുറഞ്ഞതുമായ വസ്തുക്കൾ കലർത്തുന്നതിനെയാണ് നമ്മൾ മായം ചേർക്കൽ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതുമൊക്കെ മായം ചേർക്കലിൽ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിൽ നിന്നും ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്തിട്ട് അത് വിൽക്കാൻ വെച്ചേക്കുന്നതും അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് കളേഴ്സൊക്കെ ചേർക്കുന്നതും മായം ചേർക്കലിൻ്റെ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. ഇനി തേനിലെ മായം ചേർക്കുന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര ലായനിയും ശർക്കര ലായനിയും ഒക്കെ തേനിൻ്റെ മായം കലർത്താനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഇതൊക്കെ കുറച്ച് കഥകളൊക്കെയാണ് കേട്ടോ, നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കുട്ടിക്കൊരു സംശയമാണ്. ഇവിടെയുള്ള ഒരു പയ്യൻസിനൊരു സംശയമുണ്ട്. എന്താ നോക്കാം. വീട്ടിൽ പാത്രത്തിൽ സൂക്ഷിക്കുന്ന അരി കുറേ കാലം വരാതിരിക്കുന്നുണ്ടല്ലോ, എന്നാൽ ചോറ് ഒരു ദിവസം കഴിയുമ്പോഴേക്കും കേടുവരുന്നു. അപ്പോൾ വേവിച്ചത് കൊണ്ടാണോ കേടുവരുന്നത്? അല്ലെ, ന്യായമായൊരു സംശയമാണ്. നമുക്ക് നോക്കാം. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ കേടുവരുന്നത്. ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾക്ക് പ്രധാനമായും കേടുവരുന്നത് എങ്ങനെയാണ്? ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ നടത്തുന്ന വിഘടന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾക്ക് പ്രധാനമായും കേടുവരുന്നത്. ഉയർന്ന താപനിലയിലും വളരെ താഴ്ന്ന താപനിലയിലും സൂക്ഷ്മജീവികൾ പ്രവർത്തനരഹിതമാവും. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. താപനില വളരെ ഉയർന്നിരുന്നാലും താപനില വളരെ താഴ്ന്നിരുന്നാലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാകില്ല, അവർ പ്രവർത്തനരഹിതമാകും കേട്ടോ. കൂടാതെ ഈർപ്പം തീരെ ഇല്ലാത്ത സാഹചര്യങ്ങളിലും സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, അല്ലെ. ജലാംശത്തിന്റെ അളവ് അല്ലെങ്കിൽ ഈർപ്പം തീരെ ഇല്ലാത്ത അവസ്ഥയിലും നമ്മുടെ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. വായു കടക്കാൻ കഴിയാത്ത വിധം പാക്കു ചെയ്ത ആഹാര പദാർത്ഥങ്ങളിലും
സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ബ്രെഡിൻ്റെ ഇവിടെ വരുന്ന പൂപ്പൽ കണ്ടോ? ആണോ? ഫംഗസ് ആണ് കേട്ടോ. അത് ബ്രെഡിൽ വരുന്നത് ഫംഗസ് ആണ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെയാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്? നമ്മൾ അച്ചാറിട്ട് വെക്കുന്നു, അതുപോലെ ഉണക്കി വെക്കുന്നു, പാക്കറ്റുകളിലാക്കി വെക്കുന്നു, റെഫ്രിജറേറ്ററിൽ വെച്ചൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. പല തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ ഭക്ഷ്യവസ്തുവും സൂക്ഷിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഉപ്പ് ലായനിയും പഞ്ചസാര ലായനിയും വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഉപ്പ് ലായനിയിൽ ഇറക്കി വെച്ച ഉപ്പ് ലായനിയിൽ ഇറക്കി വെച്ച ചേമ്പിൻ തണ്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്നും ജലം ഉപ്പുവെള്ളത്തിലേക്ക് ഒഴുകുന്നു. അതുമൂലം ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ചുരുങ്ങുകയും ചേമ്പില വാടുകയും ചെയ്യുന്നു. കണ്ടോ, നമ്മുടെ ഇതിൽ പഞ്ചസാര ലായനിയാണ്, ഇതിൽ ഉപ്പ് ലായനിയാണ്. ഉപ്പ് ലായനിയിൽ വെച്ച ചേമ്പിലയിൽ നിന്നും എന്ത് ചെയ്യും? ജലം ഈ ഉപ്പ് ലായനിയിലോട്ട് ഇറങ്ങുകയും അതുമൂലം ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ചുരുങ്ങുകയും ചേമ്പില വാടിപ്പോവുകയും ചെയ്യുന്നു. ഇതുപോലെ ഉപ്പിലിട്ട് വയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ജലാംശം ഉപ്പ് ലായനിയിലേക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു. ഭക്ഷണ സാധനങ്ങളിൽ നിന്നു മാത്രമല്ല, അവയോടൊപ്പമുള്ള സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലുള്ള ജലാംശവും ആര് വലിച്ചെടുക്കുന്നു? നമ്മുടെ ഉപ്പ് വലിച്ചെടുക്കുന്നു. സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്നും ജലം നഷ്ടപ്പെടുമ്പോൾ അവ എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇത് തന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ കണ്ടോ, 2 ബീക്കറുകളിൽ എടുക്കുക. ആദ്യത്തേതിൽ ശുദ്ധജലം ആദ്യം വെച്ചേക്കുന്നത്, ഇത് ശുദ്ധജലത്തിലാണ്, ഇത് ഉപ്പ് ലായനിയിലാണ് വെച്ചേക്കുന്നത്. ശുദ്ധജലത്തിൽ വെച്ചേക്കുന്ന ചേമ്പിലയ്ക്ക് വാട്ടമൊന്നുമില്ല, എന്നാൽ ഉപ്പ് ലായനിയിൽ വെച്ചേക്കുന്ന ചേമ്പില വാടിപ്പോകുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ, ആ ചേമ്പിലയുടെ കോശങ്ങളിൽ നിന്നും ജലാംശം എന്ത് ചെയ്യും? ഉപ്പ് ലായനിയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചേമ്പില വാടിപ്പോകുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. എന്ത് സാധനമാണോ, ഇപ്പോൾ മാങ്ങയാണെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ കോശങ്ങളിൽ നിന്നും ജലാംശം എന്ത് ചെയ്യും? ഉപ്പ് ലായനിയിലേക്ക് വരികയും അതിനുള്ളിൽ എന്തെങ്കിലും സൂക്ഷ്മജീവികളുണ്ടെങ്കിൽ ആ സൂക്ഷ്മജീവിയുടെ ശരീരത്തിൽ നിന്നും കൂടെ ജലാംശം എന്ത് ചെയ്യും? ഉപ്പ് ലായനിയിലേക്ക് വരും. അങ്ങനെ സൂക്ഷ്മജീവി എന്ത് ചെയ്യും? ചത്തുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഒരു മാർക്കാണ് ഇവിടെ വരുന്നത്. നമുക്ക് ആവശ്യമുള്ള പോയിന്റ് ഇതാണ്. എന്താണ് പാസ്ചറൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. പാസ്ചറൈസേഷൻ കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് പാസ്ചറൈസ്ഡ് ടോൺഡ് മിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. അപ്പോൾ പാല് കേടുവരാതെ സൂക്ഷിക്കാനുള്ള മാർഗം ഏതാണ്? പാസ്ചറൈസേഷൻ ആണ്. അപ്പോൾ പാസ്ചറൈസേഷനിലെ താപനിലകളൊക്കെ ഓർത്തിരിക്കുക. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ എന്ത് ചെയ്യും? പാല് ചൂടാക്കിയതിന് ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു. അപ്പോൾ പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. ഈ പാസ്ചറൈസേഷനിൽ ചെയ്യുന്നത് 70 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 സെക്കൻഡ് വരെ പാല് ചൂടാക്കും. എന്നിട്ട് അതിനെ പെട്ടെന്ന് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കും. അപ്പോൾ എങ്ങനെയാണ്? 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാല് ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നതാണ് പാസ്ചറൈസേഷനിൽ നടക്കുന്ന ടെക്നിക്ക്. അപ്പോൾ പെട്ടെന്നുള്ള ഈ താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ, ഫ്രാൻസുകാരനാണ്, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചർ ആണ്. കണ്ടോ, ലൂയി പാസ്ചർ ആണ് പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ രീതിക്ക് എന്ത് പറയുന്നത്? പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈന്, പഴച്ചാറ് തുടങ്ങിയവയൊക്കെ പാസ്ചറൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പാസ്ചറൈസേഷൻ എന്ന് ഓർത്തിരിക്കുക. അതിലെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ടൈം എങ്ങനെയാണ് എന്ന് ഓർത്തിരിക്കുക. ഒരിക്കൽ കൂടെ പറയാം. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ പാല് ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുകയാണ് പാസ്ചറൈസേഷനിൽ ചെയ്യുന്നത്. ഇനി അടുത്ത് ഐസിൽ മായമോ, അല്ലെ? ഐസിലൊക്കെ മായം കലർത്തിയ ഐസ് പിടിച്ചെടുത്തു എന്ന് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. മത്സ്യം കേടാകാതിരിക്കാൻ ഐസ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഘനീഭവിക്കുന്നതിനും അലിഞ്ഞു പോവാതിരിക്കാനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ഐസിൽ ചേർക്കുന്ന രാസവസ്തു ഓർത്തിരിക്കുക, അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പം എന്തിനാണ് അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നത്? ആ ഐസ് നിർമ്മിക്കുമ്പോൾ ആ വെള്ളം പെട്ടെന്ന് കട്ടിയാവാൻ, ഘനീഭവിക്കാനും അതുപോലെ അലിഞ്ഞു പോകാതിരിക്കാനും താഴ്ന്ന താപനില എപ്പോഴും ഒരു ലോ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഐസിൽ ചേർക്കുന്ന രാസവസ്തുവാണ് അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അപ്പോൾ അതിനാൽ നമ്മൾ പാചകം ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുക? ധാരാളം വെള്ളം ഉപയോഗിച്ച്
ആ മത്സ്യം നന്നായി കഴുകണം. ഓക്കെ ആണല്ലോ. ഇനി റെഫ്രിജറേറ്ററിൽ എങ്ങനെയാണ് ആഹാര വസ്തുക്കൾ സൂക്ഷിക്കുന്നത്? റെഫ്രിജറേറ്ററിലെ എല്ലാ അറകളിലും താപനില ഒരുപോലെയല്ല അല്ലേ? നമുക്കറിയാം ഫ്രീസറിലാണ് താപനില കൂടുതൽ. ഇപ്പോൾ റെഫ്രിജറേറ്ററിൽ വിവിധ ആഹാര സാധനങ്ങളെ വ്യത്യസ്ത അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല, അതുകൊണ്ടാണ് അവ കേടുവരാതിരിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ റെഫ്രിജറേറ്ററിൽ നിന്നും പുറത്തെടുത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചു തുടങ്ങുകയും ഭക്ഷണം കേടാവുകയും ചെയ്യും. അതാണ് നമ്മൾ പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം വെളിയിലെടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ചീത്തയായി പോകും. കാരണം എന്താണ്? അതിന് പിന്നിലെ ഗുട്ടൻസ് എന്താണ്? താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ അത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വെക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറുമായി ചേർന്നിട്ട് അതിൻ്റെ താപനില കൂടുകയും സൂക്ഷ്മജീവികൾ ആക്റ്റീവായി മാറുകയും അങ്ങനെ ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷ്മജീവികൾ ഭക്ഷണത്തിൽ നിന്നും പോഷണം വലിച്ചെടുക്കും. അങ്ങനെ ഈ ഭക്ഷണം എന്ത് ചെയ്യും? കേടാവുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ശുചിത്വം സുരക്ഷയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ശുചിത്വം എങ്ങനെയൊക്കെ പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പറയുന്നത് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. ഗുണനിലവാരമുള്ള വസ്തുക്കൾ കൊണ്ട് പാചകം ചെയ്താൽ മാത്രമേ ഗുണമേന്മയുള്ള ഭക്ഷ്യവിഭവം ലഭിക്കുകയുള്ളൂ അല്ലേ? എന്താണ്? ഗുണനിലവാരമുള്ള വസ്തുക്കൾ കൊണ്ട് പാചകം ചെയ്താൽ മാത്രം ഗുണമേന്മയുള്ള ഭക്ഷ്യവിഭവം ലഭിക്കില്ല. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ കുക്ക് ചെയ്യുന്ന സാധനം എന്ത് ചെയ്യില്ല? ഗുണമേന്മയുള്ളതായിരിക്കില്ല. ചിലപ്പോൾ അത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം, അതുപോലെ നമ്മൾ അവിടെ വെച്ച് ഉണ്ടാക്കുന്ന പ്ലേസ്, ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ? നമ്മുടെ ഭക്ഷണത്തെ പറ്റിയും അതിൻ്റെ സുരക്ഷ, മായം ചേർക്കൽ, അതിനെയൊക്കെ പറ്റിയാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഇതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണ് അഡൾട്ടറൈസേഷൻ അല്ലെങ്കിൽ മായം ചേർക്കൽ എന്താണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ടെമ്പറേച്ചറുകളുടെ വ്യത്യാസം, സമയത്തിൻ്റെ വ്യത്യാസമൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇതിൽ എക്സസൈസ് ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കാം. കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം. ഇപ്പോൾ കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം കുരുമുളകിനെ പോലെ കാണാനൊക്കെ സെയിം ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും എന്തായാലും. നമുക്ക് നോക്കാം. ചെറുപയറാണോ? അല്ല അല്ലേ. പുളിങ്കുരുവാണോ? അല്ല. കടലയാണോ? അല്ല. പപ്പായ കുരുവാണ് നമ്മുടെ കുരുമുളകിൽ ചേർക്കുന്നത്. ഈ പപ്പായ കുരു ഉണക്കിയാൽ കുരുമുളക് പോലെ ഇരിക്കില്ലേ? അപ്പോൾ കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏതാണ്? ഓപ്ഷൻ സി, പപ്പായ കുരുവാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഓർഡറിൽ തന്നെ ക്ലാസ്സുകൾ കണ്ട് വരിക കേട്ടോ. ഇടയ്ക്കൊന്നും കാണാതെ ഓരോ ഓർഡറിൽ ക്ലാസ്സുകളൊക്കെ കണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ചാനൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.